80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, രാജ്യത്തിനായി ജീവൻ ത്യജിച്ച സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ദേശസ്നേഹികളുടെയും ത്യാഗങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള അവസരം കൂടിയാണെന്ന് മന്ത്രി പറഞ്ഞു. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും എഴുത്തുകാരും മതപണ്ഡിതരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ ഒത്തുചേർന്ന് നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് വൈവിധ്യങ്ങളിലെ ഏകത്വം ആണെന്നും മനുഷ്യരെ തമ്മിലകറ്റുന്ന പ്രവണതകൾക്കെതിരെ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും മതസൗഹാർദ്ദവും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആഗസ്റ്റ് 15 എന്നത് നമുക്ക് കലണ്ടറിലെ ഒരു അക്കം മാത്രമല്ല, ഒരു ജനതയുടെ മഹത്തായ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ സ്വാതന്ത്ര്യം ഒരു ദിവസത്തെ പ്രഖ്യാപനം കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും എഴുത്തുകാരും മതപണ്ഡിതരും അങ്ങനെ എല്ലാവരും ചേർന്ന് നെയ്തെടുത്ത വലിയൊരു പോരാട്ടത്തിന്റെ ഫലമാണ് ഈ സ്വാതന്ത്ര്യം. ഈ മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നീതിയുടെ ഒരു ആഹ്വാനം നൽകി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരുപാട് അപൂർണതകൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ. എത്രയോ മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ഈ വൈവിധ്യങ്ങളെല്ലാം ഇവിടെ നിലകൊള്ളുമ്പോഴും ഒരേ ഒരു വികാരത്തിൽ നമ്മൾ ഒന്നാകുന്നു. അത് ഇന്ത്യ എന്ന ഒരു വികാരമാണ്. സ്വാതന്ത്ര്യാനന്തര പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആദ്യകാല ഭരണാധികാരികൾ വഹിച്ച പങ്കും മന്ത്രി അനുസ്മരിച്ചു. മലപ്പുറത്തിന്റെ സ്വാതന്ത്ര്യസമര പൈതൃകത്തിനും മതേതര പാരമ്പര്യത്തിനും ശക്തി പകർന്ന പാണക്കാട് പൂക്കോയ തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, EMS നമ്പൂതിരിപ്പാട്, MP നാരായണ മേനൻ തുടങ്ങിയ മഹാത്മാരുടെ സ്മരണകളും മന്ത്രി ആദരിച്ചു. ലഹരിക്കടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കർമ്മ പദ്ധതി സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. നാടിന്റെ വികസനവും ജനങ്ങളുടെ ഐക്യവും ഉറപ്പാക്കി കൂടുതൽ നീതിയുള്ളതും സമാധാനപരവും പുരോഗമനപരവുമായ ഭാരതം കെട്ടിപ്പടുക്കാൻ എല്ലാവരും ഒന്നിച്ച് പ്രതിജ്ഞയെടുക്കണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പി.കെ. ബഷീർ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് MSP പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCC, SPC, സ്കൌട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി 36 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. MSP അസിസ്റ്റന്റ് കമാൻഡ് TK മുഹമ്മദ് ബഷീർ പരേഡ് കമാൻഡറായി. MSP ആൻഡ് പോലീസ് ഇൻസ്പെക്ടർ രമേശ് ബാബു സെക്കൻഡ് ഇൻ കമാൻഡറായി. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. MLA മാരായ TV ഇബ്രാഹിം, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനിഷ, ADM PO സാദിഖ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ, മലപ്പുറം.